നമസ്കാരം. ഭരണഘടനാ ശില്പി ബി.ആർ. അംബേദ്കറെ കോൺഗ്രസ് അനാദരിച്ചുവെന്ന ആരോപണവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയുടെ സ്മാരകം കോൺഗ്രസ് നിഷേധിച്ചുവെന്നും അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ രാജ്യതലസ്ഥാനത്ത് നടത്താൻ അനുവദിച്ചില്ല എന്നുമാണ് യോഗി ആദിത്യനാഥ് ആരോപിക്കുന്നത്. ലക്നൌവിൽ നടന്ന അംബേദ്കർ സ്മാരക പരിപാടിയിലാണ് യോഗിയുടെ പരാമർശം. ആദ്യം അവർ ബാബാ സാഹിബ് അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മഹാപരിനിർവാണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ഡൽഹിയിൽ നടത്താൻ അവർ അനുവദിച്ചില്ല. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥാപിക്കാനും കോൺഗ്രസ് അനുവദിച്ചില്ല. 1976 അവർ ഭരണഘടനയിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു. അതിനെതിരെ അംബേദ്കർ തന്നെ എതിർപ്പുന്നയിച്ച ഒരു വാക്ക് കൂട്ടിച്ചേർത്തു. 1956 ഡിസംബർ 6 ഡൽഹിയിൽ വീട്ടിൽ വച്ച് അന്തരിച്ച ഡോക്ടർ അംബേദ്കറുടെ അന്ത്യകർമ്മങ്ങൾ ബുദ്ധമത പാരമ്പര്യങ്ങൾ അനുസരിച്ചായിരുന്നു. മുംബൈയിലെ ചൈത്യ ഭൂമിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നത്. അംബേദ്കറെയും പാകിസ്ഥാൻ രൂപീകരണത്തെ പിന്തുണച്ചെങ്കിലും പിന്നീട് നിരാശനായി രാജ്യം വിട്ടുപോയ ഒരു ദളിത് നേതാവായ ജോഗേന്ദ്രനാഥ് മണ്ഡലിനെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് യോഗി സംസാരിച്ചത്. മുൻ ഉത്തർപ്രദേശ് DGPയും രാജ്യസഭാ MPയുമായ ബ്രിജ്ലാൽ രചിച്ച ഒരു പുസ്തകം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ താരതമ്യം. അതേസമയം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ പീഡനങ്ങളിൽ മൗനം പാലിക്കുന്നതിൽ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കുമെതിരെ രൂക്ഷമായ ഒരു വിമർശനവും അദ്ദേഹം നടത്തി. അതിർത്തിക്കപ്പുറത്ത് മതപരമായ അടിച്ചമർത്തലുകൾ നേരിടുന്ന ദളിതർക്കായി പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് വേണ്ടി നിരന്തരം നിലകൊണ്ടത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണെന്ന് ആദിത്യനാഥ് പറഞ്ഞു. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് തന്റെ വിമർശനം തിരിച്ചുവിട്ട് യോഗി സമാജ്വാദി പാർട്ടി മുഹമ്മദ് അലി ജിന്നയെ പ്രശംസിക്കുകയും ചെയ്തു. ഛത്രപതി ശിവാജി മഹാരാജാവിനെ അപമാനിക്കുകയും സ്ഥാപനങ്ങളുടെ പേരുമാറ്റം പോലുള്ള പ്രതീകാത്മക പ്രവൃത്തികളുടെ ദേശീയാഭിമാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും ആരോപണമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ശില്പിയും ദളിത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലെ ഉന്നത വ്യക്തിത്വമായ ഡോക്ടർ ഭീംറാവു അംബേദ്കറുടെ ജന്മദിനമായ ഏപ്രിൽ 14 ആഘോഷിക്കുന്ന അംബേദ്കർ ജയന്തിക്ക് മുന്നോടിയാണ് യോഗി ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. ഡോക്ടർ ബി.ആർ. അംബേദ്കറെ എപ്പോഴും അപമാനിക്കുക മാത്രമാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എന്നാൽ BJP സർക്കാർ അദ്ദേഹത്തെ എപ്പോഴും ആദരിച്ചിട്ടേ ഉള്ളൂവെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി തുറന്നു പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.